ഇനിയിപ്പോൾ പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്നു, സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ആൾക്കാർ ചെയ്യുന്നത് അതിനെ വടിയെടുത്ത് തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. കൊല്ലാനുള്ള റൈറ്റ് നമുക്കുണ്ടോ? ഇല്ല. നിയമപരമായിട്ട് പാമ്പിനെ കൊല്ലുന്നതോ ഉപദ്രവിക്കുന്നതോ പരിക്കേൽപ്പിക്കുന്നതോ പിടികൂടി കൈവശം വയ്ക്കുന്നതോ ഒക്കെ തെറ്റാണ്. അതായത് പാമ്പുകളെല്ലാം, എല്ലാ പാമ്പുകളും വന്യജീവികളാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1-ലും 2-ലും ഉൾപ്പെട്ട ജീവികളാണ്. അപ്പോൾ ഷെഡ്യൂൾ 1-ൽ പേരുള്ള വന്യജീവികളാണെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ പിടികൂടുകയോ പരിക്കേൽപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹണ്ടിങ് എന്ന് പറയുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഷെഡ്യൂൾ 1-ലുള്ള ഒരു വന്യജീവിയെ ഹണ്ട് ചെയ്തു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്ത 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന തടവ് ശിക്ഷ കിട്ടാം. 25,000 രൂപയിൽ കുറയാത്ത പിഴ ശിക്ഷയും കിട്ടാം. ഇനി ഷെഡ്യൂൾ 1-ലല്ലാതെ ഷെഡ്യൂൾ 2-ൽ ഉൾപ്പെട്ട പാമ്പുകളാണ് അല്ലെങ്കിൽ വന്യജീവികളാണ്, അതിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പിടികൂടുകയോ പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷയും പരമാവധി 1 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും കിട്ടാം. എല്ലാ പാമ്പുകളും ഷെഡ്യൂൾഡാണ്. ഷെഡ്യൂൾ 1-ൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മലമ്പാമ്പ്, രാജവെമ്പാല, ചേര, നീർക്കോലി ഇതൊക്കെ ഷെഡ്യൂൾ 1-ൽപ്പെട്ട പാമ്പുകളാണ്. നാട്ടിൻപുറത്ത് സാധാരണ കാണുന്ന ചേരയും നീർക്കോലിയും ഷെഡ്യൂൾ 1-ആണ്. ഓക്കെ. ഈ പാമ്പിന് ചെവി കേൾക്കില്ല എന്ന് ഞാനൊരു കേട്ടിട്ടുണ്ട്. ചെവി കേൾക്കില്ല, അതൊരു വൈബ്രേഷനിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത് എന്നുള്ളത്. അതെങ്ങനെ, അതിന്റെ ശരിക്കും സത്യം? പാമ്പ് ശരിക്ക് പരിസരവുമായി ചുറ്റുവട്ടവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രധാനമായും 4 രീതികളിലാണ്. ഒന്ന്, കാഴ്ച. എല്ലാ പാമ്പുകൾക്കും ഒരേ രീതിയിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ച ഉണ്ടാവില്ല. ഇപ്പോൾ മൂർഖൻ പാമ്പിനെ പോലുള്ള ചില പാമ്പുകളൊക്കെ പരിസരത്തുള്ള ചുറ്റുവട്ടത്തുള്ള ഓബ്ജക്ട്സിന്റെ ചലനത്തിനനുസരിച്ചാണ് കാഴ്ച സാധ്യമാവുള്ളൂ. എന്നാൽ രാജവെമ്പാലയ്ക്കൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ച ഉണ്ട്. ഇനി രണ്ടാമത്, നിലത്തുനിന്നുള്ള വൈബ്രേഷൻസ്. അതായത് നമുക്ക് ബാഹ്യകർണങ്ങളുണ്ട്, കർണപുടങ്ങളുണ്ട്. അതായത് ബാഹ്യകർണങ്ങളിലൂടെ പരിസരത്തെ അന്തരീക്ഷത്തിലെ ശബ്ദതരംഗങ്ങൾ വന്ന് നമ്മുടെ കർണപുടങ്ങളിൽ പതിക്കുന്നു. അത് നമ്മുടെ ചെറിയ അസ്ഥികളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ശബ്ദമായി ശ്രവിക്കുന്നു. പക്ഷെ പാമ്പുകൾക്ക് ബാഹ്യകർണങ്ങളുമില്ല, ആന്തരിക കർണങ്ങളാണുള്ളത്, കർണപുടങ്ങളില്ല. നമ്മുടെ ഈ മാലിയസ് ഇൻകസ് സ്റ്റേപ്സ് എന്ന് പറഞ്ഞ ചെറിയ 3 അസ്ഥികളുണ്ട് ചെവിക്കുള്ളിൽ. അതിലെ സ്റ്റേപ്സിന് സമാനമായിട്ടുള്ള ഒരു ഓർഗനാണ് അതിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്ത് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിലത്തത് പാടെ കിടക്കുമ്പോൾ അതുവഴി ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിലത്തു നിന്നുള്ള ചെറിയ പ്രകമ്പനങ്ങൾ പോലും അതിനെ അബ്സോർബ് ചെയ്യാനും അതിലൂടെ പരിസരത്തുള്ള ജീവികളുടെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കാനും സാധിക്കും. പിന്നൊന്ന്, പാമ്പ് ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്ക് ഇടുന്ന കാണാം. ടങ് ഫ്ലിക്ക് ചെയ്യും. 2ആയി പിരിഞ്ഞ നാവാണ്. അപ്പോൾ ആ ഫ്ലിക്കിങ്ങിലൂടെ പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള മോളിക്യൂൾസ്, തന്മാത്രകൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് അതിന് പിക്ക് ചെയ്തെടുക്കാനും അത് അതിൻ്റെ തലച്ചോറിനോട് ചേർന്ന് ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞ ഓർഗനുണ്ട്. ആ ഓർഗനിലേക്ക് ആ സിഗ്നൽസ് കൊടുത്തിട്ട് അതിലൂടെ പരിസരത്ത് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ മണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ അതിന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില പാമ്പുകൾക്ക്, എല്ലാ പാമ്പുകൾക്കും ഇല്ല, തെർമൽ വേരിയേഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകൾക്കൊക്കെ അല്ലെങ്കിൽ മലമ്പാമ്പ് പോലുള്ള പാമ്പുകൾക്കൊക്കെ ആ ഒരു കഴിവുണ്ട്. മൂർഖനെ സംബന്ധിച്ച് അത്തരം കഴിവ് മൂർഖനില്ല. അപ്പോൾ ഈ പ്രധാനമായും 4 രീതിയിലാണ് പാമ്പുകൾ പരിസരത്തു നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ചേര, അത് നമ്മുടെ ഒരു എന്താ പറയുക, വീട്ടിലെ ഒരു അതിഥി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വീടുകളിലും വരാറുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. അത്രയും വലുപ്പവും അത് നമ്മളെ കണ്ടാലും ഭയങ്കരമായിട്ട് വണ്ണമൊക്കെ ഉള്ള ഒരു പാമ്പാണ് ചേര. ശരിക്കും ചേരയെ നമുക്ക് പാമ്പ് വർഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുമോ? പണ്ട് മുതലേ മലയാളികൾ അത് പാമ്പല്ലടാ ചേരയാണെന്ന് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു. അതെ, ചേരയെ നമ്മൾ പാമ്പായിട്ട് കണക്കൂട്ട് പോലുമില്ല. അപ്പൊ അത്രത്തോളം അത് പാമ്പല്ല ചേരയാണ് എന്ന് പറയുന്നതിലൂടെ തന്നെ ചേര നമ്മുടെ പരിസരത്തൊക്കെ വേണം എന്നുള്ളൊരു തിരിച്ചറിവ് പണ്ട് മുതലേ നമുക്ക് ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങളുണ്ട് ചേര പരിസരത്തൊക്കെ ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എലിശല്യം പരമാവധി കുറഞ്ഞിരിക്കും. 2, ഈ എലിയെ പിടിക്കാനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പരതി നടക്കുന്ന വിഷപ്പാമ്പുകൾ ആ പരിസരത്തേക്ക് വരില്ല. അതായത് ഈ കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹൈഡൗട്ട്സ്, അതിന് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് ഹൈഡൗട്ട്സ് അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ഒരു ചേരയുള്ള പ്രദേശത്തേക്ക് അത് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചേര ഇതിനെ പിടിച്ച് തിന്നും. ചേര നല്ല രീതിയിൽ മറ്റു പാമ്പുകളെ തിന്നുന്ന ഒരു പാമ്പാണ്. അതായത് നമുക്ക് പൊതുവിൽ മലയാളികൾക്ക് അറിയാവുന്നത് രാജവെമ്പാല പാമ്പുകളെ പിടികൂടി ഭക്ഷിക്കുന്ന പാമ്പാണ്. എന്നാൽ രാജവെമ്പാലയെ പോലെ തന്നെ രാജവെമ്പാല കൂടുതലും പ്രധാനമായും പാമ്പുകളെ മാത്രമാണ് കഴിക്കുക. മൂർഖൻ പാമ്പിനെയും ചേരയൊക്കെ നല്ലവണ്ണം കഴിക്കും. രാജവെമ്പാലയെ തന്നെ കഴിക്കും, മലമ്പാമ്പിനെയൊക്കെ കഴിക്കും. പക്ഷെ അതുപോലെ തന്നെ മറ്റു പാമ്പുകളെ കഴിക്കുന്ന പാമ്പുകളിൽ ഒന്നാണ് ചേര, മൂർഖൻ, വെള്ളിക്കെട്ടൻ, അതുപോലെ പച്ചില പാമ്പുകളൊക്കെ നല്ല രീതിയിൽ മറ്റു പാമ്പുകളെ കഴിക്കും. മണ്ണൂലികൾ
നന്നായിട്ട് മറ്റു പാമ്പുകളെ കഴിക്കും. അപ്പോൾ ഈ ചേര ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ വിഷമുള്ള പാമ്പിൻ കുഞ്ഞുങ്ങളൊക്കെ ആ പരിസരത്ത് ഒന്ന് സ്ഥിരതാമസമാക്കുന്നതിന് എന്ത് ചെയ്യും? ഭക്ഷിക്കും. അത് പിടികൂടി ഭക്ഷിക്കുകയും ആ സ്ഥിരതാമസം ഉറപ്പിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പോൾ പരിസരത്ത് ചേരയുള്ളത് പരിസരവാസികൾക്ക് എപ്പോഴും ഒരു സംരക്ഷണമാണ്. നമ്മളപ്പോൾ അത്രയും പേടിക്കേണ്ട ഒരു പാമ്പൊന്നും അല്ല. അല്ല, ചേര എന്ന് പറഞ്ഞാൽ കർഷകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതായത് കർഷകന്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില വൻതോതിൽ കൃഷി നടത്തുന്ന കർഷകർ വെള്ളിമൂങ്ങയ്ക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. വളർത്തുകയല്ല, ഔൾ ബോക്സ് എന്ന് പറയും. ചെറിയ കൂടാരത്തോട് കൂടിയുള്ള ഒരു പോസ്റ്റ് നാട്ടിയിട്ട് അതിന്റെ മേളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ഒരു സ്പേസ്. അതെ. അപ്പോൾ മൂങ്ങയ്ക്ക് വന്നിരിക്കാനും അവിടെ നിന്ന് പറന്നു പോകാനും പിന്നെ അതുപോലെ തിരിച്ചു വരാനും മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉള്ള ഒരു ചെറിയ കൂട്. അപ്പോൾ ഇത് ജസ്റ്റ് വെച്ചാൽ മതി. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു മൂങ്ങ ഫാമിലി വന്ന് വെള്ളിമൂങ്ങ ഫാമിലി വന്ന് അതിനകത്ത് താമസമാവും. അതിനകത്ത് താമസമായി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് കീടനാശിനിയൊന്നും പിന്നെ ആ പ്രദേശത്ത് വേണ്ട. അതായത് ഇപ്പോൾ നെല്ലോ ഗോതമ്പോ ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മൂങ്ങകൾ തന്നെ രാത്രി ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള സംഗതികളെ കംപ്ലീറ്റ് പിടികൂടി ഭക്ഷിച്ചോളും. ഒരു വെള്ളിമൂങ്ങ പെയർ ഒരു വർഷം കൊണ്ട് ഏകദേശം 3600ഓളം എലികളെ പിടികൂടി കഴിക്കുമെന്നാണ് കണക്ക്. അതിനേക്കാൾ എഫക്റ്റീവായിട്ട് എലികളെ പിടികൂടി ഭക്ഷിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് ചേരയാണ്. വെള്ളിമൂങ്ങയേക്കാൾ എഫക്റ്റീവായിട്ട് എലികളുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയുന്ന കർഷകരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ സഹായി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്, ഒരു ജീവിയാണ് ചേര. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ പല വാർത്തകളിലൂടെയും കേട്ടിട്ടുണ്ട്, അടുക്കളയിൽ നിന്ന് പാമ്പിനെ പിടികൂടി, ബാത്റൂമിൽ നിന്ന് പാമ്പിനെ പിടികൂടി, ബെഡിന്റെ അടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തി. ചിലപ്പോൾ അതൊക്കെ ചുറ്റും അതിലൊക്കെ ഉള്ള വീടുകളൊക്കെ ആയിരിക്കും. എന്നിട്ടും അവിടെ എങ്ങനെയാണ് ഈ പാമ്പ് വരുന്നത്? അത് മാത്രമല്ല, പാമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ വീടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിർമ്മാണപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, വീടിൻ്റെ മുൻവാതിലിനും പിൻവാതിലിനും അടിയിൽ പടിയുണ്ടാവുക, അല്ലെങ്കിൽ വാതിലിൻ്റെ ചുവട്ടിൽ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കുക എന്നതാണ്. അപ്പോൾ അടിയിൽ കട്ടളപ്പടി ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഗ്യാപ്പ് സീൽ ചെയ്യാൻ പറ്റുന്ന മാറ്റ് പോലുള്ള സംഗതികളോ ഒക്കെ നമുക്ക് ഇന്ന് വാങ്ങിക്കാൻ കിട്ടും. പ്രത്യേകിച്ച് പാമ്പും കുഞ്ഞുങ്ങളൊക്കെ കൂടുതൽ ഇറങ്ങി സഞ്ചരിക്കുന്ന സീസണിലൊക്കെ അത്തരം ആ ഒരു സീലിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആയാലും കമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആയാലും സ്കൂളുകളായാലും ഏത് തരത്തിലുള്ള ബിൽഡിങ്സ് ആയാലും ഈ ഒരു പ്രിക്കോഷൻ വളരെ പ്രധാനമാണ്. പിന്നെ ഒന്ന്, എൻട്രി പോയിന്റ്സ്. ഇപ്പോൾ എയർ ഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ വെന്റിലേറ്റർ ആയിരിക്കാം, ജനാലയായിരിക്കാം. അത്തരം എൻട്രി പോയിന്റ്സിലൂടെ പാമ്പുകൾക്ക് വരാൻ പറ്റുന്ന കണക്ടിവിറ്റീസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഈ എയർ ഹോളിലൂടെ ആയിരിക്കും സ്റ്റേ വയർ, സർവീസ് വയർ, അതുപോലെ ഇന്റർനെറ്റ് കേബിൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ ഇതുവഴി കയറി വരാൻ പറ്റുന്ന ചില പാമ്പുകൾക്ക് ഉള്ളിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അത്തരം കേബിളുകൾ വരുന്ന ആ ഒരു ഗ്യാപ്പ് സീൽ ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള എൻട്രി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പവഴി. പിന്നൊന്ന്, ഈ മരങ്ങളുടെ ചില്ലകൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലേക്കോ ചാഞ്ഞു നിൽക്കുന്നെങ്കിൽ അതിനെ ക്രോപ്പ് ചെയ്ത് മാറ്റുക, അതിനെ മുറിച്ച് മാറ്റുക. പിന്നെ വള്ളിച്ചെടികൾ, പാഷൻ ഫ്രൂട്ടോ പോലുള്ള ചെടികളോ ഒക്കെ വീട്ടിലേക്ക് പടർത്തിയിടും ഭംഗിക്ക് വേണ്ടി. അതിലൂടെ പാമ്പുകൾക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന കണക്ടിവിറ്റീസിലൂടെ ഉള്ള അത് കണക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. വീട്ടിൽ പടർത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പാമ്പ് കയറി വരുന്ന എൻട്രി പോയിന്റ്സുമായിട്ടുള്ള കണക്ടിവിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വീടിന്റെ പരിസരത്ത് അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക. അങ്ങനെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിന്നാൻ വേണ്ടി എലികൾ വരും. എലികൾ വന്നു കഴിഞ്ഞാൽ അതിനെ പിടിക്കാൻ പാമ്പുകൾ വരും. എലി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാളങ്ങൾ തുരന്നുണ്ടാക്കും. അപ്പൊ ഈ എലിയെ പിടിക്കാൻ വരുന്ന പാമ്പുകൾ ആ മാളത്തിനകത്ത് കയറി താമസമാക്കും. പിന്നെ വിറക്, അതുപോലെ തേങ്ങ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പാമ്പ് കടി ഏൽക്കുന്ന പല സംഭവങ്ങളുണ്ട്. വെളിച്ചമുള്ള സമയത്ത് തന്നെ അത് പോയി എടുക്കുക. വെളിച്ചമില്ലാത്ത സമയത്ത് ഇപ്പോൾ ഏർലി മോർണിംഗ് പോയിട്ട് കുട്ടികളെ സ്കൂളിൽ വിടാനൊക്കെ പോയിട്ട് വിറകെടുക്കുക, അല്ലെങ്കിൽ തേങ്ങ എടുക്കുക, അങ്ങനെയൊക്കെ അത്തരം സാഹചര്യങ്ങളിലാണ് അവിടെ പാമ്പ് അതിനകത്ത് ഒളിച്ചിരിക്കാനും കടിയേൽക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. വെളിച്ചമുള്ള സമയത്ത് തന്നെ പോയി എടുക്കുക. വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ പ്രോപ്പറായിട്ട് അടുക്കി വയ്ക്കുക. ഇഷ്ടികയൊക്കെ അലക്ഷ്യമായിട്ട് കൂട്ടിയിടാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ. കുട്ടികൾ ഷൂ ഒക്കെ എടുത്ത് ധരിക്കും. മിക്കവാറും നമ്മൾ മലയാളികൾ വീടിന്റെ പുറത്തായിരിക്കും ഷൂ വെക്കുന്നത്. അപ്പൊ രാത്രി അതിനകത്ത് പാമ്പൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് തട്ടി നോക്കിയിട്ട് ഇട്ട് ശീലിക്കുക. ചെടിച്ചട്ടിയൊക്കെ എടുത്ത് മാറ്റുമ്പോഴേക്കും ശ്രദ്ധിക്കുക. വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ പോലുള്ള ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വീടിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പുറത്ത് രാത്രിയിൽ അത് ഇറങ്ങിയിട്ട് ചിലപ്പോൾ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോടുകൂടി പിടിച്ച് ബെഡ്റൂമിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് വീടിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അത് ബെഡ്റൂമിലൊക്കെ കടന്നു വരാതെ. അത്തരം സംഭവങ്ങൾ ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞതിന് മുന്നിലത്തെ മാസം ഒരാൾ കടിയേറ്റ് മരിച്ചു. പൂച്ച വെള്ളിക്കെട്ടനെ പിടിച്ചു.
അതിനെ വേദനിപ്പിച്ചിട്ട് ഒരു അരജീവനാക്കിയിട്ടായിരിക്കും കൊണ്ടുവന്ന് ബെഡ്റൂമിനകത്താണ് വെച്ചത്, ഒരു കുഞ്ഞിൻ്റെ അടുത്താണ് കൊണ്ടുവച്ചത്. പാമ്പ് കുഞ്ഞിനെ കടിച്ച് കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ ആരും അറിയത്തും പോലുമില്ല. അപ്പോൾ ഇത്തരം സാഹചര്യം അതെ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ രാത്രി നടക്കുമ്പോൾ നിർബന്ധമായും കയ്യിൽ വെളിച്ചം കരുതുക. സ്ഥിരമായി നടക്കുന്ന വഴിയിലൊക്കെ കാട് പിടിച്ച് കിടക്കാതെ, ചപ്പുചവറുകൾ കിടക്കാതെയൊക്കെ വൃത്തിയാക്കി ഇടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.